പ്രിയ ശ്രോതാക്കളെ, ഈ ഭൂമിയിൽ സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും വെളിച്ചം ചൊരിഞ്ഞ ഒരമ്മയുണ്ട്, പരിശുദ്ധ കന്യകാമറിയം. ലോകമെമ്പാടും ആ അമ്മയുടെ അത്ഭുതകരമായ ഇടപെടലുകൾ ദശലക്ഷക്കണക്കിന് മനുഷ്യർക്ക് സ്വാന്തനമേകിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് അതിശയം നിറഞ്ഞ ഭാരതത്തിലേക്ക് കണ്ണോടിക്കാം. വ്യത്യസ്ത സംസ്കാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഈ പുണ്യഭൂമിയിൽ മാതാവിൻ്റെ അത്ഭുത സാന്നിധ്യം എങ്ങനെയാണ് അടയാളപ്പെടുത്തപ്പെട്ടത്? കന്യകാമറിയത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ ആദ്യം മനസ്സിൽ ഓടിയെത്തുന്നത് തമിഴ്നാട്ടിലെ വേളാങ്കണ്ണിയാണ്. കിഴക്കിൻ്റെ ലൂർദ് എന്നറിയപ്പെടുന്ന ഈ സ്ഥലം മാതാവിൻ്റെ 3 പ്രധാനപ്പെട്ട പ്രത്യക്ഷപ്പെടലുകളുടെയും അത്ഭുതങ്ങളുടെയും കേദാരമാണ്. ഒരു ദരിദ്രനായ പയ്യൻ ഒരു വീട്ടിലേക്ക് പാൽ കൊണ്ടുപോകുമ്പോൾ വിശന്നു കരയുന്ന ഉണ്ണിയേശുവിനെ കൈകളിലേന്തി മറിയം അവന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവൾ ഉണ്ണിക്കായി പാൽ ആവശ്യപ്പെടുകയും മടങ്ങി വന്നപ്പോൾ പാൽ കുറഞ്ഞതിന് വഴക്ക് കേട്ട ബാലൻ പാത്രത്തിൽ പാൽ നിറഞ്ഞ അത്ഭുതം കണ്ട് അവിടെയാണ് ആരോഗ്യമാതാവിൻ്റെ ആദ്യ അത്ഭുതം ആരംഭിക്കുന്നത്. അധികം താമസിയാതെ ഒരു മുടന്തനായ ബാലനെ തൈര് വിൽക്കുവാൻ പോകുമ്പോൾ വീണ്ടും മാതാവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് തൈര് ആവശ്യപ്പെട്ടു. മാതാവിനോട് സംസാരിച്ച ശേഷം അവൻ എഴുന്നേറ്റ് നടന്ന് തൈര് വിൽക്കുവാൻ പോകുന്നത് അടുത്തുള്ളവർ അത്ഭുതത്തോടെ കണ്ടു. മാതാവിൻ്റെ രോഗശാന്തിയുടെ തെളിവായിരുന്നു ഇത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ബംഗാൾ ഉൾക്കടലിലെ ഒരു ശക്തമായ കൊടുങ്കാറ്റിലാക്കപ്പെട്ട പോർച്ചുഗീസ് കപ്പൽ രക്ഷപ്പെട്ട അത്ഭുതമാണ്. മറിയത്തെ വിളിച്ചപേക്ഷിച്ച നാവികർക്ക് കൊടുങ്കാറ്റ് അടങ്ങി സുരക്ഷിതമായി വേളാങ്കണ്ണി തീരത്തണഞ്ഞു. ആ രക്ഷയ്ക്ക് നന്ദി സൂചകമായി അവർ പണിതുയർത്തിയതാണ് ഇന്നത്തെ വേളാങ്കണ്ണി പള്ളി. ഈ അത്ഭുത കഥകൾ ലക്ഷക്കണക്കിന് ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നു. കേരളത്തിൻ്റെ തീരദേശമായ കൊല്ലത്തും മാതാവിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഒരു പ്രമുഖ ആശ്രമത്തിൽ മാതാവിൻ്റെ ഒരു പഴയ തിരുസ്വരൂപമുണ്ടായിരുന്നു. 1950കളിൽ ഈ രൂപത്തിന് കണ്ണുനീരൊഴുകുന്ന ഒരു പ്രതിഭാസമുണ്ടായി. വിവരണമനുസരിച്ച് രൂപത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് വ്യക്തമായ കണ്ണുനീർ ധാരധാരയായി ഒഴുകുവാൻ തുടങ്ങി. മാതാവിൻ്റെ ദുഃഖത്തെ സൂചിപ്പിക്കുന്ന ഒരു ദൈവിക അടയാളമായി വിശ്വാസികൾ ഇതിനെ കണ്ടു. ആയിരക്കണക്കിന് ആളുകൾ ഈ അത്ഭുതം കാണുവാൻ അവിടേക്ക് ഒഴുകിയെത്തി. കണ്ണീർ ഒലിച്ചിറങ്ങിയ രൂപം പ്രത്യാശയ്ക്കും പരിഹാരത്തിനുമുള്ള ഒരു വിളിയായി മാറി. ഈ സംഭവം കേരള ക്രൈസ്തവ സമൂഹത്തിൽ മാതാവിനോടുള്ള ഭക്തി വർദ്ധിപ്പിക്കുവാൻ കാരണമായി. ശാസ്ത്രീയമായി വിശദീകരിക്കുവാൻ കഴിയാത്ത പല രോഗശാന്തികളും ഇവിടെ സംഭവിച്ചതായി ഭക്തർ സാക്ഷ്യപ്പെടുത്തുന്നു. ഓരോ അത്ഭുത കഥയും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നാണ്: വിശ്വാസം. പ്രതിസന്ധികളിൽ മാതാവ് നമ്മെ കൈവിടില്ല. അവൾ എന്നും നമ്മുടെ ആവശ്യങ്ങളിൽ ഇടപെടുന്ന, സൗഖ്യമേകുന്ന, കാവൽ നിൽക്കുന്ന ഒരു അമ്മയാണ്. മാതാവിൻ്റെ സംരക്ഷണം നമുക്ക് ഓരോരുത്തർക്കും എന്നും തുണയായിരിക്കട്ടെ. നന്ദി.